ഈ ട്രംപ് വിശ്വഗുരുവായിട്ടുള്ള മോദിക്ക് അനുവാദം കൊടുത്തിരുന്നല്ലോ. അതായത് എണ്ണ വാങ്ങിക്കോ റഷ്യയിൽ നിന്ന് പറഞ്ഞിട്ട്. ട്രംപിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വാങ്ങാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ലല്ലോ. കാരണം ട്രംപിന് മോദിനെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ട്രംപിൻ്റെ അനുവാദം കൊണ്ടല്ലാതെ എണ്ണ വാങ്ങാൻ സാധ്യമല്ല. അത് ഇറാൻ ആയിക്കോട്ടെ റഷ്യ എന്നായിക്കോട്ടെ. ഇപ്പോൾ ഇതൊരു വാർത്ത വന്നു കണ്ട. എന്താ പറഞ്ഞത്? ട്രംപ് പറയാണ് ഇറ്റ് വിൽ നോട്ട് റിന്യൂ സാങ്ഷൻ വേവർ അലവിങ് ഇന്ത്യ ടു ബൈ റഷ്യൻ ഓയിൽ. അത് ഒരു മാസത്തേക്ക് വാങ്ങാൻ സമ്മതിച്ചിരുന്നല്ലോ. ഒരു മാസം 2 മാസം എന്തോ വാങ്ങാൻ വേണ്ടി അനുവാദം കൊടുത്തിരുന്നു. കാരണം യുദ്ധം തുടങ്ങിയപ്പോഴേ അത് നീട്ടിക്കൊടുക്കില്ല എന്ന് പറയാണ്. കാരണം ഇപ്പോൾ യുദ്ധം കഴിഞ്ഞല്ലോ. യുദ്ധം കഴിഞ്ഞത് മാത്രമല്ല റഷ്യനെ മുട്ടുമടക്കണല്ലോ ട്രംപിന്. അപ്പം എന്താക്കി, നിങ്ങൾ ഇനി എണ്ണ വാങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു ഭീരുവാണ് ഈ വിശ്വഗുരു. ലോകത്തിൻ്റെ ഗുരുവാണ്. ലോകം നിയന്ത്രിക്കുന്നത് പിന്നെ മോദിയാണല്ലോ, സംശയമില്ല. ജയ ശ്രീറാം. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്താണ്, ട്രംപ് പറഞ്ഞതിന് 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. പിന്നെ നെതന്യാഹു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറപ്പുറം പോകില്ല. കാരണം അത് പിന്നെ പിതാവ് രാജ്യമാണ്. അപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങൽ പോയി കിട്ടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? മല്ലയ്യ ഇറാൻ്റെ അടുത്തുനിന്ന് വാങ്ങേണ്ടി വരും. കുറച്ച് ഞാൻ ഇറാനിൽ നിന്ന് വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നേരെ വെനിസുലയിലേക്ക് പോകേണ്ടി വരും. അതിൻ്റെ മുഴുവൻ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടത് ഇന്ത്യൻ ജനങ്ങളാണ്. പെട്രോളിനും ഡീസലിനും 150 രൂപ വരാൻ പോവാണ്. അപ്പോൾ ഇതാണ് വിശ്വഗുരു ഭരിച്ചാലുള്ള ഒരു ഗുണം ഇന്ത്യൻ ജനങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാതെ ഈ ഒരു വ്യക്തി വീണ്ടും വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ലോകത്ത് തന്നെ ആരും ഉണ്ടാവില്ല. ബൈ ബൈ.